അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അഷ്ടചൂർണം കൊണ്ട് കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. കർക്കിടകക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്, കഴിച്ചു നോക്കട്ടെ. നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം കേട്ടോ. ഉപ്പ് ഞാൻ ചേർക്കുന്നത് പറഞ്ഞിട്ടില്ല, ചേർക്കാം. അതുപോലെ അഷ്ടചൂർണം ഞാൻ പറഞ്ഞിരുന്നു നെയ്യ് ഓപ്ഷനിലല്ല എന്ന്. അതിനൊരു കാരണമുണ്ട്. ഈ അഷ്ടചൂർണം എന്ന് പറഞ്ഞാൽ 8 മരുന്നുകളുടെ കൂട്ടാണ്. ചുക്ക്, കുരുമുളക്, തിപ്പലി, ഇന്ദുപ്പ്, മോദകം, ജീരകം, കരിഞ്ജീരകം, കായം, ഇത്രയും മരുന്നുകൾ കൂട്ടി പൊടിച്ചുണ്ടാക്കുന്നതാണ് അഷ്ടചൂർണം. ഇത് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്, ഇന്റേണലി കഴിക്കുന്നതാണ്. എങ്കിലും ഇത് ഒരുമിച്ച് കൂട്ടി പൊടിക്കുമ്പോൾ അത് കുറച്ച് തീക്ഷ്ണമായ മെഡിസിനാണിത്. കുറച്ച് അതിൻ്റെ പൊട്ടൻസി കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ വീര്യം, ആ തീക്ഷ്ണത ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർക്കണം എന്ന് പറയുന്നത് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ അനുപാനമായിട്ട്, അതായത് ആയുർവേദ ടെക്സ്റ്റുകളിൽ ഒരു മെഡിസിൻ യൂസ് ചെയ്യുമ്പോൾ അനുപാനം മെൻഷൻ ചെയ്യുക. അതായത് മെഡിസിൻ്റെ കൂടെ കഴിക്കേണ്ട അഡ്ജവൻറ്റ്, അതാണ് നെയ്യ്. ആ നെയ്യും കൂടി ചേർക്കുമ്പോഴാണ് ഈ മെഡിസിൻ്റെ കംപ്ലീറ്റ് എഫക്റ്റ് നമുക്ക് കിട്ടുക. അതും ഒരു കാരണമാണ്. ഓക്കെ.